ഹായ്. ഞങ്ങളിന്ന് വെറുതെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചുമ്മാ ഒരു ഷോർട്സ് ഒക്കെ എടുക്കണം. പിന്നെ എന്താ പറയുക, ചെറിയൊരു കാര്യമുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കും. ഇന്നിപ്പോൾ കളിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം വലിയ മഴ പെയ്തപ്പോൾ നോക്കുമ്പോഴുണ്ട് അവിടെ രണ്ട് കുട്ടികൾ അതിൽ ഒരു മതിലിൻ്റെ മേലെ അവിടെ ഉള്ളിൽ മതിലിന് മേലെ ഉള്ളിലല്ല മതിലിന് മേലെ ചെറിയൊരു പൊത്തുണ്ടാക്കിയിട്ട് അതിൽ കയറിയിരിക്കുന്നു. ഉണ്ടാക്കിയിട്ട് പക്ഷെ അവരിടയ്ക്കിടയ്ക്ക് കയറിയിരിക്കാറുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഞാൻ കാണിച്ചില്ല, വീട്ടിലേക്ക് തന്നെ ഓടിപ്പോവും. മഴ പെയ്താലേ കളിക്കുക അവിടെ നിന്ന്. ഓക്കെ, കാണിച്ചു തരാം. അടിപൊളിയാണ് സ്ഥലം. എല്ലാരും ഇവിടെ നിന്ന് വരണം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. അതാ ഈ കാണിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ വീട്. വീട് അവിടെ നിന്നോട്ടെ. നോക്ക്, ഇവിടെ പച്ചിലപ്പാമ്പൊക്കെ വരും. പച്ചിലപ്പാമ്പല്ല, പെരുമ്പാമ്പ് വരെ വരും. അവിടെ പെരുമ്പാമ്പുണ്ട്. എനിക്കറിയില്ല കേട്ടോ, കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇവിടെയാണ് ഗ്രൗണ്ട്. ഒരു തള്ളപ്പട്ടി ഉണ്ട്. അത് അവിടെ തന്നെയാണ് മെയിനായിട്ട് കിടക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അതിനെ. ഞങ്ങൾ തീറ്റ കൊടുക്കാൻ നോക്കും, പക്ഷെ അടുത്തേക്കേ വരില്ല. പേടി, അതിന് ഭയങ്കര പേടി. പക്ഷെ അപ്പോൾ അതിനെ വിളിച്ച് അതിനൊരു എന്താ പറയുക, പരിചയം വരുന്നുണ്ട്. നമുക്ക് ഇതിലേ അങ്ങോട്ട് കയറിയാലോ? ഇതിലേ വേണം. ആ ശരി. അവിടെ നെറ്റ് കാണിച്ചു കൊടുക്കാം. അവിടെ ഫുട്ബോളൊക്കെ കളിക്കാൻ ഒറിജിനൽ വഴിയുണ്ടല്ലേ ഇവിടെ. നമ്മുടെ പൂവും പിടിച്ചാട്ടോ നമ്മൾ പോകുന്നത് ഷോർട്സ് എടുക്കാൻ. അപ്പം ഒരു കുത്തനുള്ള കയറ്റാണെങ്കിലും യാതൊരു കുഴപ്പമൊന്നുമില്ല, ഒരു സാധനമൊന്നുമില്ല. യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇത് ഒറ്റവരിപ്പാതയാണ്, ഒരാൾക്ക് നടക്കാനേ പറ്റുള്ളൂ. മറ്റേടത്ത് അമ്മ എന്നെ നോക്കി പിടിച്ചാണ് പോകുന്നത്. ഇതിൽ കൂടെയാണ് വഴി, അതിൽ കൂടെ കയറും. ഞാൻ വീഴുവോ? പിടിക്കടി, എന്നെ പിടിക്കേ. ഓക്കെ, സെറ്റ്. അപ്പൊ ഇതാണ് ഇവരുടെ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് വെച്ചാൽ പറമ്പാണ്. അപ്പൊ ഇതിവരെ പഴയ നെറ്റാണ്. ഇവരെന്താക്കൊന്നറിയും, ഇത് വലിയൊരു വലയായിരുന്നു. ഒന്ന് അവിടം വരെ ഒരു കുറ്റി വെക്കും, അവിടം വരെ. എന്നിട്ട് അവിടെ തറച്ച് വെക്കും നെറ്റ്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വാ, തിരിച്ച് അവിടെ വന്നിട്ട് അവിടെ നെറ്റും കാണുന്നില്ലേ, അവിടെ കൊണ്ടുപോയി തറച്ചിട്ട് വലിയൊരു നെറ്റാക്കി വെക്കും. അവള് പോവില്ലല്ലോ. ഇവര് ഇവിടെ മെയിൻ ഇവിടെ പട്ടികളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തള്ളപ്പട്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട. നമ്മളിവിടെ ചെരുപ്പൊരിച്ച ഒരു കളി അങ്ങ് കളിക്കും. അപ്പൊ ഇവരെ ഞാനൊക്കെ പണ്ട് മഴ പെയ്യുമ്പോ ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കാണിച്ചുതരാം. വാ, എന്ത് രസാടാ. ഇതിലേക്കൂടെ ചെരുപ്പ് ഇടാതെ. ഇത് എന്തിന്റെ അടയാളമാ? പൂച്ചേന്റെയോ? അവരെ ചെരുപ്പിന്റെ അല്ല, ഇവരെ ചെരുപ്പിന്റെ അത് അടയാളം. ഇവരെ ഷൂസിന്റെ അടയാളങ്ങളുണ്ടോ? അത് ബൂട്ടിന്റെ അടയാളം. കാണിച്ചെടുക്ക. ഞാൻ ചെരുപ്പ് ഇടാതെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള രസം എന്താണെന്നറിയോ? കാലി മാത്രം കാണിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ്. കണ്ടോ? പൂവൊന്ന് പിടിക്കാവോ? ഒരു മല പോലത്തൊരു സാധനമാണ്. ഇതിവരെ ഉണ്ടാക്കാൻ നോക്കിയതാണ്. ഇവിടെയാണ് ഇവരെ താവളം. ഇവരിവിടെ ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഉണ്ടായില്ല. ഇവര് ആദ്യം ഇത് ഉണ്ടാക്കി. കുറച്ച് സ്പൈസേ ഉള്ളൂന്ന് വിചാരിക്കും, പക്ഷെ കുറച്ചധികം. കണ്ടോ? കേറിപ്പോവണം. ഞാൻ കുറേ പ്രാവശ്യം കേറിയിട്ട്, അതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് വേണം. ആഹാ, ഇന്നലെ നായ്ക്കുട്ടി ഇവിടെ കയറിയിരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം. നല്ല സുഖമുണ്ട്. തല മുട്ടുന്നുണ്ടോ അവിടെ? അതിനുള്ളിലേക്ക് കണ്ടോ? അപ്പൊ നമ്മളിന്ന് നിറഞ്ഞ സൂ അടിക്കാൻ. ഓക്കെ, എന്നാലും സൂ അടിച്ചോ? പോട്ടെ. അപ്പൊ കണ്ട, ഇതാണ് സ്പെഷ്യലായിട്ടുള്ള ഇവരെ ഒളിത്താവളം.
ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് കയറാനില്ല, ഞാൻ കയറാനില്ല. ഓക്കെ കണ്ടോ? സൂ അടിക്കാൻ പോണേ. ഇല്ല ആ വേണ്ട വേണ്ട എന്നെ മേലെ ഇറങ്ങല്ലേ. ഓടി പോയി എടുക്കണേ. അപ്പൊ? കുറച്ചങ്ങോട്ട് പോകാതെ ഓടി പോയി എടുക്കണം. ഓക്കെ തിരിയോന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും സൂ ഞാൻ അടിച്ചു ഓക്കെ. എന്ത് സൂ അടിക്കുന്നത്? നോക്കട്ടെ. Ready, 1, 2, 3. ഓ സൂ, ഇതാണ് സൂ. അപ്പോൾ കണ്ടോ അവിടെ ഇവിടെ വേറെ ഒന്ന് ഇവർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു. കാണിച്ചു തരാം. ഇതാ ഇവിടെ ചെറുതായിട്ട്. അയ്യോ നിന്റെ ഡ്രസ്സ് താഴെ ചെറുതായിട്ട് ഉണ്ടാക്കാൻ നോക്കിയത്, അവർ പരാജയപ്പെട്ടു. ഇത് ഇവിടെ ചവിട്ടാനൊക്കെ അതാ കണ്ട. ഇതാണ് ഇവരെ പോസ്റ്റ്, കുഞ്ഞി പോസ്റ്റ് ആണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഒരു കുഞ്ഞി 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 വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായം പറയാം കേട്ടോ. നിങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിക്രസുകൾ ഒപ്പിച്ചിരുന്നു എന്നുള്ളത് കാണുന്നവർ ഒന്ന് അഭിപ്രായം പറ.